നമുക്ക് എന്തായാലും ഇന്ന് ഈ സാധനം കുറച്ച് പറിച്ച് അതിങ്ങനെ വലിച്ചെടുത്തങ്ങ് പോരും. കണ്ടോ, ഇതെന്തായാലും പറിച്ച് കുറച്ച് സൂപ്പ് ഉണ്ടാക്കി നോക്കാം, ആട്ടുംകാലിൻ്റെ ഗുണം ഉണ്ടോയെന്ന്. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. ഇത് ഈ ആട്ടുംകാലിൻ്റെ ഗുണമാണ് ഇതിന് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ സംഭവം പറിച്ചിട്ട്, കാണുന്ന സംഭവം പറിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു ഈട്ടിമരമാണെങ്കിലും മരം ഫുള്ള് ഈ സാധനമാണ്. കണ്ടോ, മേള് വരെ ഉണ്ട്. ഇതാണ് നമ്മുടെ മരം. ഞാനാണെങ്കിൽ വലിയ വാക്കത്തിയൊക്കെ ആയിട്ടാണ് വന്നത്. ഇത് പറിച്ചെടുക്കാൻ വലിയ വാക്കത്തിയൊക്കെ വേണമെന്ന് വിചാരിച്ച്. പക്ഷേ ഇത് കണ്ടോ, ഇതിങ്ങനെ പറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ സിമ്പിളായിട്ട് കണ്ടോ ഒടിഞ്ഞു പോരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പറിക്കുന്നില്ല, കുറച്ച് പറിച്ചിട്ട് ശരിക്കൊരു ജെന്യുവിനായിട്ടുള്ള റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സംഭവം ശരി കേട്ടോ, ഇത് ശരിക്ക് ആടിൻ്റെ കാല് പോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. അപ്പം നമുക്ക് ഇതെന്തായാലും ഒന്ന് സൂപ്പ് ഉണ്ടാക്കി നോക്കാം. അമ്മേ, എന്തോരം വലുതുണ്ട്. ഈ സംഭവത്തിൻ്റെ ഇലയുടെ നീളം കണ്ടോ, ഇത്ര ഉണ്ട് ഇലയുടെ നീളം. എൻ്റെ നീളം ഉണ്ടെന്ന് തോന്നുന്നു ഇലയ്ക്ക്. ഞാൻ എന്തായാലും ഈ സാധനമൊക്കെ ഒന്ന് പറിച്ച്, ഒരുപാട് എടുക്കുന്നില്ല, ഇങ്ങനെ പറിച്ച് കളഞ്ഞാൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ, ഉറുമ്പുണ്ട്. കണ്ടോ, ശരിക്കും ഇറ്റ് ലുക്ക് ലൈക്ക് ആട്ടുകാല്. ആട്ടുകാല് പോലെ തന്നെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആട്ടുകാലിൻ്റെ ഗുണമുണ്ടെന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയൊരു കൊട്ട നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും സൂപ്പ് ഉണ്ടാക്കുന്നില്ല, വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ചെറിയ 2 കഷ്ണം മാത്രമേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. ഇതൊന്ന് കഴുകിയെടുക്കാം. അതായത് ഇതാ കിഴങ്ങ്, പിന്നെ വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി, ജീരകം, തക്കാളി, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, പിന്നെ മല്ലിയില, ഇത്രയും ചേർത്ത് ചൂടാക്കാം. കുരുമുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. നമുക്കിത് അടച്ച് വെച്ച് ഒരു 3-4 സ്റ്റീം വരുന്നോടം വരെ വേവിക്കാം. അപ്പം ഞാൻ എന്തായാലും ഒരു സൂപ്പ് ഉണ്ടാക്കി കേട്ടോ, കൊള്ളാം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോൺ വെജിൻ്റെ ടേസ്റ്റും അല്ല, എന്നാൽ നോർമൽ ഒരു സൂപ്പിൻ്റെ ടേസ്റ്റ്, എന്നാൽ ഒരു ചീത്ത ടേസ്റ്റും അങ്ങനെയൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് കുടിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റ് തന്നെ. ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കുരുമുളകും കൂടെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സൂപ്പൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മട്ടൺ സൂപ്പിൻ്റെ ഒരു ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നണില്ല. ഇത് അരിച്ചെടുത്തിട്ടും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ, ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ പേര് അതിന് നെഗറ്റീവ് റിവ്യൂ ഇട്ടേക്കുക. അതായത് ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒറിജിനൽ അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് നോക്കി. അപ്പോൾ ഒരുപാട് പേര് ഇത് കഴിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ മെയിനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കിഴങ്ങ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഒരുപാട് പേര് ഈ കിഴങ്ങിൻ്റെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്ന ഒത്തിരി വീഡിയോസുണ്ട്. നമ്മൾ കുടിക്കുന്നതിക്കുമ്പോൾ നമ്മൾ തട്ടിപ്പോകുമെന്ന് അറിയണമല്ലോ, അങ്ങനെ നോക്കിയതാണ്. അപ്പോൾ ഒത്തിരി വീഡിയോസുണ്ട്. പിന്നെ ആമസോണിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പം അത്യാവശ്യം 1 കിലോ 300-400 അടുത്ത റേറ്റിന് ആമസോണിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒരു ഗുണമില്ലാത്തൊരു സാധനം എന്തായാലും ആമസോണിൽ ഇത്രയും പൈസയ്ക്ക് കൊടുക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. പിന്നെ ഇത് അടുപ്പിച്ച് കുറച്ച് ദിവസം കുടിക്കുമ്പോഴാണ് നമുക്ക് ശരീരവേദന, അതുപോലെ ഓരോ ജോയിൻറ്റ് പെയിൻസ് ഒരുപാട് നല്ലതെന്ന് പറയണു. എന്തായാലും ഇത് കുടിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നണില്ല. ഞാൻ നിങ്ങളോട് ട്രൈ ചെയ്യാൻ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയെന്ന് മാത്രം. നമ്മൾ അരിച്ചിട്ട് കുടിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത്. ഒരു തക്കാളി രസത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, അങ്ങനെ ചീത്ത ടേസ്റ്റൊന്നുമില്ല. കുടിക്കാൻ നമുക്ക് ഇഷ്ടം തോന്നുന്നൊരു ടേസ്റ്റാണ്.